എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 9-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. ജൂൺ 9-ാം തീയതി വൈകുന്നേരത്തോടെയാണ് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻറ്റ് അതുപോലെ ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഈ ഒരു ജൂൺ 9-ാം തീയതി വൈകുന്നേരത്തോടെയാണ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം ജൂൺ 10-ാം തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനുള്ള സൗകര്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് എൻ്റെ റാങ്ക് ഇത്രയാണ്, അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ റാങ്ക് ചിലപ്പോൾ 700, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൻ്റെ റാങ്ക് അതായത് ചിലപ്പോൾ 300 ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്യാപ്പ് നോക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 400 റാങ്കിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചിലപ്പോൾ നിങ്ങൾ സംശയിക്കുന്നതായിരിക്കും എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടത്തില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓരോ ഓപ്ഷനും വ്യത്യസ്തമായിട്ടുള്ള യുവർ റാങ്കും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജില്ലയിലേക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എ എന്ന സ്കൂളിലെ ബയോളജി സയൻസ് എന്നുള്ള ഒരു കോഴ്സാണെന്ന് വിചാരിക്കാം. അപ്പോൾ എ എന്നൊരു സ്കൂളിൽ ബയോളജി സയൻസിലേക്കുള്ള ഓപ്ഷൻ നൽകുന്നത് നിങ്ങൾ മാത്രമല്ല, ആ ഒരു ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും, അതായത് ഏകദേശം കുറേ വിദ്യാർത്ഥികൾ, അത് ചിലപ്പോൾ ലക്ഷക്കണക്കിനുണ്ടാവും, ചിലപ്പോൾ ജസ്റ്റ് ഒരു 10,000-കണക്കിന് വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു ഓപ്ഷൻ സമർപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 1000-കണക്കിന് വിദ്യാർത്ഥികളുണ്ടാവും, അങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ ആ ഒരു മൊത്തമായിട്ടുള്ള അത് മൊത്തം ആ വിദ്യാർത്ഥികളുടെ റാങ്ക് ഡീറ്റെയിൽസിൽ പെട്ടിട്ടാണ് നിങ്ങളുടെ റാങ്ക് ഈ ഒരു രീതിയിൽ ഓരോ കോഴ്സിൻ്റെയും 700 അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഒരു സ്കൂളിൽ ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ എല്ലാവർക്കും അവിടെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടും. കാരണം ഈ ഒരു സ്കൂളിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് എല്ലാവരും ആ ഒരു സ്കൂളിൽ തന്നെ അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല, വേറെ സ്കൂളിലൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടും. അങ്ങനെ വേറെ സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആ ഒരു സ്കൂളിലേക്ക് ഒരു പരിഗണന വരും. അങ്ങനെ നിങ്ങൾക്ക് അവിടേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിൻ്റെ വ്യത്യാസം കണ്ട്, അതായത് നിങ്ങളുടെ ഓരോ ഓപ്ഷൻ്റെയും റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടുക, എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം HSC വിഭാഗത്തിൽ തന്നെ SWS എന്ന് പറഞ്ഞുകൊണ്ട് മെറിറ്റ് സീറ്റ് ഉണ്ട്, അതുപോലെ MRS എന്ന് പറഞ്ഞുകൊണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പോർട്സ് കോട്ടയുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിലൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നിങ്ങൾ ഏതൊക്കെ കോട്ടയിൽ അഡ്മിഷൻ നേടിയിട്ടില്ല, അങ്ങനെ ഏതൊക്കെ കോട്ടയിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും നേടിയിട്ടില്ലെങ്കിൽ ആ ഒരു കോട്ടയിൽ നിന്നും നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ മെറിറ്റ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഞാൻ സ്പോർട്സ് കോട്ടയിൽ കൂടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ സ്പോർട്സ് കോട്ടയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മെറിറ്റ് കോട്ടയിൽ തന്നെ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ എന്നെ മെറിറ്റ് കോട്ടയിലും പരിഗണിക്കും, അതുപോലെ സ്പോർട്സ് കോട്ടയിലും പരിഗണിക്കും. അതുപോലെ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനായിരുന്നു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല, കാരണം അതിന് മുകളിൽ മറ്റ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പരിഗണിക്കാത്തത്. അടുത്തതിന് സ്പോർട്സ് കോട്ടയിലേക്ക് പരിഗണിക്കും. എനിക്കിപ്പോൾ സ്പോർട്സ് കോട്ടയിലും മെറിറ്റ് കോട്ടയിലും രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് ഞാൻ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ എവിടെയും അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടും. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടാതെ ഏതെങ്കിലും കോട്ടയുണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ പുറത്താക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കത്തില്ല, കാരണം ഒന്നാമത്തെ ഓപ്ഷന് മുകളിൽ മറ്റു ഓപ്ഷനുകളൊന്നും ഇല്ല. ഇനി നമുക്ക് ഉദാഹരണമായിട്ട് മറ്റ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 1, 2, 3, 4, 5 ഓപ്ഷനുകൾ നിങ്ങൾ അലോട്ട്മെൻറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാൽ എവിടെയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ എല്ലാവിധ ഓപ്ഷനുകളെയും പരിഗണിച്ച് നിങ്ങൾക്ക് അതിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല, കാരണം ഒന്നാമത്തെ ഓപ്ഷന് മുകളിൽ മറ്റ് ഓപ്ഷനുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി അഥവാ നിങ്ങൾ സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു, നിങ്ങൾ അതിൽ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ അടുത്തതിന് സ്പോർട്സ് കോട്ടയിലേക്ക് നിങ്ങളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ മോഡൽ റെസിഡൻഷ്യൽ കോട്ടയിലാണ് അപ്ലൈ ചെയ്തത്, അതിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് അതിൽ പരിഗണിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനല്ല കിട്ടിയതെന്ന് വിചാരിക്കുക, അതായത് ഒന്നാമത്തെ ഓപ്ഷനല്ല കിട്ടിയത്, നിങ്ങൾക്കൊരു 5ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതായത് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഫീസ് അടക്കാതെ നേടിയ അഡ്മിഷനാണ് ടെമ്പററി അഡ്മിഷൻ, അതുപോലെ തന്നെ ഫീസ് അടച്ചുകൊണ്ട് നേടിയ അഡ്മിഷനാണ് പെർമനൻറ്റ് അഡ്മിഷൻ. നിങ്ങൾ അങ്ങനെ അവിടെ ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്, അതൊന്നും റിമൂവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും മാത്രമായിട്ട്
സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ ടെമ്പററി ആയിട്ട് തുടരുന്ന സെയിം സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പെർമനൻറ്റ് അഡ്മിഷനും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ അതായത് ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടരാവുന്നതും തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതുമാണ്. തേർഡ് അലോട്ട്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനിൽ തുടരാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് 3ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ആദ്യം ഞാൻ ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടില്ല, ടെമ്പററി അഡ്മിഷനാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അവിടെയുള്ള അഡ്മിഷൻ പെർമനൻറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും സാധിക്കുന്നതല്ല. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്ന് നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം ലഭിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആദ്യം ലഭിച്ച സീറ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് തേർഡ് ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് അതിന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷനും റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച ഓപ്ഷൻ 1ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. തേർഡ് ഓപ്ഷനോ മറ്റോ ആണ് കിട്ടിയത്, അവിടെ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 3ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് ടെമ്പററി അഡ്മിഷൻ തന്നെ നിങ്ങൾക്ക് തുടരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ടെമ്പററി അഡ്മിഷനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ മാത്രമല്ല, ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയത്, അത് ഫീസ് കൊടുത്ത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയത്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ആ ഒരു സീറ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റിൽ പെർമനൻ്റ് ആയിട്ട് തുടരാൻ പറ്റില്ലേ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും പറ്റുന്നതല്ല. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷനും റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ആണ് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ കൂടി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ആ ഒരു പുതുതായിട്ട് കിട്ടുന്ന സ്കൂളിലേക്ക് നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷനിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ തന്നെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ആവശ്യമുള്ളവർക്ക് ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്ത് പെർമനൻറ്റ് അഡ്മിഷൻ നേടാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള ഒരു സ്കൂളാണ് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ ആണ് അഡ്മിഷൻ നേടിയത് എങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടിയവർക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്നും, അതായത് ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് തിരിച്ചു തരും. സർട്ടിഫിക്കറ്റും തരും. അതുപോലെ തന്നെ നിങ്ങൾ ഫീസും കാര്യങ്ങളും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PTA ഫണ്ട്, PTA ഡൊണേഷൻ ഫീസ് എന്നിവ തിരിച്ചു തരും. അഡ്മിഷൻ ഫീസ് തരില്ല. അതിന് പകരം അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ അടുത്തതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുന്ന സമയത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിന്നും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങി പുതുതായിട്ട് കിട്ടിയിട്ടുള്ള സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടണം. ഒന്നുകിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. 1ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നിർബന്ധമാണ്. എന്നാൽ മറ്റു ഓപ്ഷനുകളാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഈ ഒരു രീതിയിൽ ടെമ്പററി അഡ്മിഷൻ തുടരാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമായിരിക്കും, അതായത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് തേർഡ് ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഈ ഒരു അഡ്മിഷൻ ഫീസ് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പുതുതായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാറേണ്ടതായിട്ട് വരും. ഇനി അതേസമയം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് 5ാമത്തെ ഓപ്ഷനിൽ കൊടുത്ത സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അതായത് ആദ്യം നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്നൊരു സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക്
ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ എന്ന സ്കൂളിലെ ബയോളജി സയൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് മാറ്റം കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഇടാം. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോവുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങുക, അതിനുശേഷം അവിടെ തന്നെയുള്ള അഡ്മിഷൻ ഡെസ്ക് ഉണ്ടാകും, അതായത് അഡ്മിഷൻ നടത്തുന്ന ആ ഒരു വിഭാഗം ഉണ്ടാകും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ ഹ്യൂമാനിറ്റീസിൽ നിന്ന് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണ് ഏത് കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയത് ആ ഒരു വിഭാഗത്തിലേക്ക് മാറ്റുക. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് നിലവിൽ തുടർന്നത് എങ്കിലും പുതുതായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അതല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടർന്ന് തേർഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി ഇത് അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് പുതുതായിട്ടൊന്നും എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അതായത് സോറി യു ഹാവ് നോ ചേഞ്ച് എന്നാണ് കാണാൻ പറ്റുക. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, ഓപ്ഷൻ മാറിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ, അതായത് ഫസ്റ്റിലും കിട്ടിയില്ല സെക്കൻഡിലും കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത്രയും മാത്രമാണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ഈ ഒരു ജൂൺ 15-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 9-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ കിട്ടിയ വിദ്യാർത്ഥികൾക്കും ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യമുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.